അസ്സാം വലൈക്കും ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈമുൻസ് കിച്ചൺ. ഹായ്. അപ്പോൾ ഇന്ന് ഞാനൊരു പഴയകാല ഫുഡുമായിട്ടാണ് വന്നിട്ടുള്ളത്. പഴയകാലം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അത്ര വലിയ പരിചയം ഉണ്ടാവില്ല. അപ്പം പിടിയാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. ഗോതമ്പ് പൊടി ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് വേവിച്ചെടുത്ത് ഉണ്ടാക്കുന്നതാണ്. ഏകദേശം നമ്മുടെ കക്കറൊട്ടി കുഞ്ഞുപത്തിരിയുടെയൊക്കെ ആ ഒരു ഇതിൽ വരുന്ന ഒരു ഡിഷാണിത്. പക്ഷേ നമ്മൾ അരി കൊണ്ടല്ല, ഗോതമ്പ് കൊണ്ടാണ് ഇതുണ്ടാക്കാറ്. ഗോതമ്പ് കൊണ്ട് ഇതുപോലെ ചെറിയ ചെറിയ പിടികളായിട്ട് ഉരുട്ടിയെടുത്ത് വേവിച്ചെടുത്തിട്ട് അതിലേക്ക് തേങ്ങ അരച്ച് ചേർക്കാറാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം ഈ തേങ്ങ അരച്ചിട്ട് പിടിയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ വേവിച്ചിട്ട് ബീഫ് കറി പോലെ ആക്കിയിട്ട് അല്ലെങ്കിൽ പൊരിച്ച ചിക്കനോ ചെമ്മീനോ ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇത് ശരിക്കും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ്ങിൽ ചായക്ക് വേണ്ടിയിട്ടോ നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്കിത് ഉണ്ടാക്കുന്നതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം വേണ്ടത് ഗോതമ്പ് പൊടി കൊണ്ട് ഒരു മാവ് ഉണ്ടാക്കിയിട്ട് അതൊന്ന് ഉരുട്ടി ചെറിയ ചെറിയ ബോൾസ് അല്ലെങ്കിൽ ചെറിയ പിടികൾ പോലെ ആക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിപ്പം 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് ടൈറ്റായിട്ട് കുഴച്ചെടുക്കാം. ഈ കുഴവ് ലൂസായി പോകരുത്, നല്ല ടൈറ്റായിട്ട് ആകുമ്പോഴേ എന്തുണ്ടാവുള്ളൂ, നമുക്കിതിങ്ങനെ ഉരുട്ടി ചെറിയ ചെറിയ പിടിയാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാനിപ്പോൾ ഇവിടെ മാവ് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടവിയിട്ട് ഒരു 2-3 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പം നമ്മുടെ ഈ ഒരു മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പം ഞാനിപ്പം കുറച്ച് ഓയിലൊന്ന് കയ്യിലെടുത്തിട്ട് ഈ മാവിലേക്കിട്ട് നന്നായി ഒന്നുകൂടെ കുഴച്ചെടുക്കുകയാണ്. എന്നിട്ട് ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ കക്കറൊട്ടി കുഞ്ഞിപ്പത്തിരിയൊക്കെ ഉരുട്ടിയെടുക്കുന്നില്ലേ, അതേപോലെ ഉരുട്ടിയെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നീളത്തിൽ ചെറിയ ചെറിയ പിടികളാക്കിയിടാം. ചെറിയൊരു പീസ് എടുത്തിട്ട് അതെന്താ ചെയ്യേണ്ടത്, ഇതുപോലെ ഒരു കയ്യിൽ വെച്ചിട്ട് ഒന്നങ്ങ് ഉരുട്ടിയെടുത്താൽ മതി. ഇതിപ്പം കുറച്ച് വലിയൊരു സൈസായിട്ടുണ്ട്. അപ്പോൾ ഇതിലും ചെറുതായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും. അപ്പം പിടി സ്ഥിരമായിട്ടുണ്ടാക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പം അറിയാത്തവർക്കാണ് കേട്ടോ ഞാനിത് കാണിച്ചു തരുന്നത്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്നത് കാണാറുണ്ട്. ഇപ്പം കിട്ടാൻ കുറവാണ്. ഈന്താണ് പണ്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാറ്. ഈന്ത് ഉണക്കി പൊടിച്ചിട്ട് ഇതേപോലെ കുഴച്ചെടുത്തിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കാറുണ്ട്. അപ്പം ഈന്തും പിടി എന്നാണ് അന്ന് പറയുക. പിന്നെ ഈന്ത് കിട്ടാതാവുമ്പം ഇതുപോലെ ഗോതമ്പ് കൊണ്ട് ചെയ്യും. നല്ല ടേസ്റ്റാണ്. ഗോതമ്പും ഈ തേങ്ങ അരച്ചിട്ടുള്ള ആ ഒരു മസാലയും ഇനി ബീഫ് ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റും കൂടിയാവുമ്പം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഇതിങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് അങ്ങ് ഉരുട്ടി ഇടുകയാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് സ്റ്റീം ചെയ്തെടുക്കാമെന്നാണ്. കക്കറൊട്ടിയൊക്കെ നമ്മൾ വേവിച്ചെടുക്കുന്നില്ലേ, അതേപോലെ ഒരു തട്ടിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ആ സ്റ്റീമറിൻ്റെ തട്ടിലിട്ടത്. പിന്നെ വിചാരിച്ചത് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് തന്നെ വേവിച്ചെടുക്കുന്നതാണ് നല്ലത്. നമ്മൾ മക്രോണി പാസ്തയൊക്കെ വേവിച്ചെടുക്കുന്നില്ലേ, ചൂടായ നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പം വെള്ളം വെച്ചത്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പിടികൾ കിട്ടും. ഞാനിപ്പം വെള്ളം നന്നായി ചൂടായി വന്നപ്പം അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും ഇട്ടിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതിവിടെ നന്നായി തിളച്ച് വരട്ടെ. ഈ സമയം നമ്മുടെ പിടികളെല്ലാം ഞാനിപ്പം ഉരുട്ടി വെച്ചിട്ടുണ്ട്. കണ്ടോ, എല്ലാം ഒരേ സൈസിലാണ്, ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ഇനി അഥവാ ഇത് ഒട്ടിപ്പിടിച്ച് പോയിട്ടുണ്ടെങ്കിലും സെപ്പറേറ്റ് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല, കൈകൊണ്ട് ഇങ്ങനെ എടുത്ത് മാറ്റിയാൽ മതി. അതല്ലെങ്കിൽ നമ്മൾ ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇടുമ്പോൾ തന്നെ അതങ്ങ് സെപ്പറേറ്റ് ആയിട്ട് വന്നോളും. അപ്പം വെള്ളം ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് പിടികളങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇത് കാണുമ്പം കുഴഞ്ഞു കുടിച്ച പോലെയൊക്കെ ഉണ്ടാവും, പക്ഷേ ഇത് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുമ്പം എല്ലാം അങ്ങ് സെപ്പറേറ്റ് ആയിട്ട് വന്നോളും. കണ്ടോ, ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ടുണ്ട്, ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഇനി ഇത് നന്നായിട്ട് ഇവിടെ കിടന്നൊന്ന് തിളച്ചിട്ട് വെന്ത് വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്നിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, കാരണം അടിയിൽ പിടിച്ചു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ പിടി ഇപ്പം ഇവിടെ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി ഈ സമയം നമുക്കൊരു തേങ്ങ അരപ്പ് റെഡിയാക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു അരമുറിയുടെ പകുതി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വലിയ ജീരകം ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണിനടുത്ത് മല്ലിപ്പൊടിയും ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. കുറച്ചൊന്ന് അരഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാനിപ്പം പിടിയൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ വെള്ളത്തിൻ്റെ കളറൊക്കെ കണ്ടാൽ ചെറുതായിട്ടൊന്ന് മാറി വരുന്നുണ്ട്. അതായത് ഇത് വെന്ത് വരുന്നേരം ആ വെള്ളം ഒന്ന് തിക്കായി കിട്ടും. അപ്പം നന്നായിട്ട് തിക്കായി വരുമ്പം ഈ പിടിയൊക്കെ വെന്ത് വന്നു എന്നാണ് അർത്ഥം. പിടി നന്നായിട്ട് അങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം.
ഇനി ഇതൊരു അരിപ്പയിലിട്ടിട്ട് നമുക്ക് വെള്ളം ഊറ്റിയെടുക്കാം. വെള്ളം കളയേണ്ട, അരിപ്പ വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ആ വെള്ളം സേവ് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ചൂടിൽ കിടന്നിട്ട് കൂടുതൽ ഒന്നുകൂടെ അങ്ങ് വെന്തിട്ട് കുഴഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതിവിടെ കിടക്കട്ടെ. ഇപ്പം കണ്ടോ, ഇത് നന്നായിട്ട് സെപ്പറേറ്റ് ആയി വന്നിട്ടുണ്ട്. ഈ വെള്ളം ഞാനിപ്പം കളഞ്ഞിട്ടില്ല, കാരണം നമ്മൾ പിന്നെ ഒരു ഗ്രേവി ഉണ്ടാക്കുമ്പം വെള്ളം ആവശ്യമാണെങ്കിൽ ഈ ഒരു വെള്ളം എടുത്താൽ മതിയല്ലോ. കുറച്ച് മാത്രം മതി, ഒരുപാട് ഈ മുഴുവൻ വെള്ളമൊന്നും വേണ്ട, കുറച്ച് മാത്രമേ വേണ്ടുള്ളൂ. ഇതിവിടെ നിൽക്കട്ടെ, നമുക്ക് തേങ്ങ അരപ്പ് റെഡിയാക്കാം. അപ്പം ഞാനിപ്പം തേങ്ങ ഇവിടെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ അല്ലിയാക്കിയിട്ടുള്ള ആ ചിറ്റുള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് അങ്ങ് പൊടിച്ചെടുക്കാം. അങ്ങനെ വെളുത്തുള്ളി ചേർത്തിട്ട് ഞാനിപ്പോൾ ഒന്നുകൂടെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അങ്ങ് അരച്ചെടുക്കാം. അരച്ചെടുക്കാൻ ഒരുപാട് പേസ്റ്റ് ആക്കിയിട്ട് അരക്കണ്ട, നമ്മൾ കറിക്കൊക്കെ ആക്കുന്നത് പോലെ നന്നായിട്ട് ഫൈനായിട്ടൊന്നും അരക്കണ്ട. ആ ഒരു തരിതരിപ്പ് മാറി കിട്ടുന്ന ആ ഒരു മിക്സായി വരുന്നത്, ആ ഒരു പരുവം മതി കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പിടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 1/4 ഭാഗം സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നേർമയായിട്ട് അരിഞ്ഞ സവാളയാണ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി അങ്ങ് മൂപ്പിച്ചെടുക്കാം. സവാളയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി വഴറ്റിയെടുക്കാം. സവാള ചെറുതായിട്ട് സോഫ്റ്റായി വരുമ്പം ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3-4 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പം എരിവിന് വേണ്ടിയിട്ട് കൂടുതൽ പച്ചമുളക് ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം നമ്മൾ ഇതിലേക്ക് അങ്ങനെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പം പച്ചമുളകിൻ്റെ എരിവാണ് ഇതിന് മെയിനായിട്ടുള്ളത്. നന്നായിട്ട് അങ്ങ് മൂത്ത് വന്നാൽ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ തേങ്ങ അരപ്പും കൂടെ ഇട്ടിട്ട് മിക്സാക്കി എടുക്കാം. ഈ എണ്ണയിൽ കിടന്നിട്ട് ആ തേങ്ങ അരപ്പ് നന്നായിട്ട് അങ്ങ് വെന്ത് കിട്ടണം. എല്ലാം ഒന്ന് മിക്സായി വന്നാൽ ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം മിക്സി കുലുക്കി ഒരു 1/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരുപാട് വെള്ളം ആവണ്ട കേട്ടോ, പിന്നെ അത് വറ്റിച്ച് കിട്ടാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പം വെള്ളം ചേർത്തിട്ട് എല്ലാം മിക്സാക്കിയിട്ട് ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കാം. അപ്പം നമ്മളിനി അഥവാ ചിക്കനോ ബീഫോ ചെമ്മീനോ ഒക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കണം കേട്ടോ, വേവിച്ച ബീഫോ ചിക്കനോ ചെമ്മീനോ ഒക്കെ. ഇനിയിപ്പോൾ ഇതിലേക്കൊരു കളറിന് വേണ്ടിയിട്ട് മാത്രം ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് കളറ്, ഈ മല്ലിയുടെ കളറ് കിട്ടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഈ ഒരു തേങ്ങൻ്റെ മസാല നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ചിട്ടുള്ള ആ പിടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഈ പിടിയിലേക്ക് എല്ലാ മസാലയും അങ്ങ് പിടിച്ച് കിട്ടാനായിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ കുറച്ചൊരു ഉപ്പിൻ്റെ ഒരു കുറവുണ്ട്, അതുകൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി അങ്ങ് മിക്സാക്കി എടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് തിളപ്പിച്ചെടുത്തിട്ട് ഇതിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടണമെങ്കിൽ ഗ്രേവിയിൽ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട്. അതുകൊണ്ട് ഞാനിപ്പം 1 ഗ്ലാസ്സോളം നേരത്തെ നമ്മൾ എടുത്ത് വെച്ച ആ ഒരു വേവിച്ചെടുത്ത വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം കുറച്ച് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില മല്ലിയില എന്നിവ ഒന്ന് വിതറി കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട് നമുക്ക് അടച്ച് വെക്കാം. ഒരു 4-5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി. അതിനുശേഷം മൂടി തുറന്നിട്ട് എല്ലാം ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. അപ്പം ഞാനിപ്പം ഇതിലേക്കൊരു 1/2 ടീസ്പൂണിനടുത്ത് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം കൂടെ നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ പിടിയിലേക്ക് തേങ്ങയുടെ അരപ്പൊക്കെ നന്നായിട്ട് അങ്ങ് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. എല്ലാം ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് നോക്കാം കേട്ടോ ഇതിൻ്റെ. അപ്പം ആ തേങ്ങ അരപ്പും അതുപോലെ ഗോതമ്പിൻ്റെ പിടിയും കൂടി ആകുമ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഇതിലേക്ക് ശരിക്കും പറഞ്ഞാൽ ആ ബീഫോ ചിക്കനോ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വീറ്റ് പിടി ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവർക്കും ഇനി ഇത് ചൂടോടെ സെർവ് ചെയ്ത് തരാം. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ആ റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ അപ്പോൾ ഇടുന്ന വീഡിയോസൊക്കെയും നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ പുതിയ റെസിപ്പിയുമായി നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു ഫ്രം മൈമുൻസ്.